ഹലോ ഗൈസ് വാട്സപ്പ്. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മുടെ മണിക്കുട്ടി സാഡായി പോയി ഗൈസ്. അവൻ ഭയങ്കര വിഷമത്തിലാണ് ഗൈസ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നത്. സാധാരണ ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഗൈസ് അവൻ എണീറ്റ് നിൽക്കും എന്നിട്ട് അവൻ ഒന്ന് കരയും, എന്നിട്ട് അവൻ ഇങ്ങനെ തല കുലുക്കി കാണിക്കും ഗൈസ്, പോരിന് വരാൻ വേണ്ടി കാണിക്കും. പക്ഷേ ഇന്ന് അവൻ എന്താണെന്ന് അറിയില്ല ഗൈസ്, ഭയങ്കര സാഡാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, അവൻ്റെ കൂട് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല ഗൈസ്. ഞാൻ 4 ദിവസമായിട്ട് അവൻ്റെ കൂട് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഞാൻ ഓച്ചിറ പോകും ഗൈസ്. കളരി ഉണ്ട് ഗൈസ്, കളരി. ഞാൻ കളരിക്ക് പോകുന്നുണ്ട്. അപ്പോൾ കളരി പഠിപ്പിക്കാനായിട്ട് ഓച്ചിറ പോകും ഗൈസ്. അപ്പോൾ അങ്ങനെ 2 ദിവസം പോയി ഗൈസ്. പിന്നെ ഞാൻ ഈ വ്ളോഗിൻ്റെ തിരക്കിലും എഡിറ്റിങ് അങ്ങനെയായിട്ട് കുറേ 2 ദിവസം പോയി. അങ്ങനെ 3-4-5 ദിവസമായിട്ട് ആയി ഗൈസ്. എൻ്റെ കൂട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. എൻ്റെ കൂട് വളരെ വൃത്തികേടായിട്ടാണ് ഗൈസ് ഇപ്പോൾ കിടക്കുന്നത്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അവനെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് അവൻ്റെ കൂട്. ഗൈസ് ഇപ്പോൾ കണ്ടോ ഗൈസ്, വളരെ വൃത്തിഹീനമായിട്ടാണ് അവൻ്റെ കൂട് കിടക്കുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം ഗൈസ്. കണ്ടോ അവനെ കണ്ടോ ഗൈസ്, അവൻ ഇന്ന് ഭയങ്കര സാഡാണ് ഗൈസ്. കണ്ടോ അവൻ ഇന്ന് ഭയങ്കര സാഡാണ്. അവൻ നോക്കുന്ന കണ്ടോ നിങ്ങൾ, ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. കണ്ടോ ഗൈസ്, അവൻ നമ്മളെ നോക്കുന്ന കണ്ടോ. മണിക്കുറ്റി നീ സാഡാവല്ലേടാ മണിക്കുറ്റി, നീ ഞാൻ വരാം നിൻ്റെ അടുത്തേക്ക് മണിക്കുറ്റി, ഇപ്പം തന്നെ വരാം ഇവിടെ മണിക്കുറ്റി നീ. ഗൈസ് നമുക്ക് എൻ്റെ അടുത്ത് പോകാം, എൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മണിക്കുറ്റി. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോവാം. എടാ മണിക്കുറ്റി നീ എന്താടാ സാഡായിട്ടിരിക്കുന്നത്? ഇന്ന് കുറച്ച് ഓണായിട്ട് നിൽക്കണ്ടേടാ മണിക്കുറ്റി. ഇങ്ങനെ സാഡാവല്ലേടാ മണിക്കുറ്റി, എന്ത് പറ്റി മണിക്കുറ്റി? കണ്ടോ സാഡായിട്ടിരിക്കുന്നു മണിക്കുറ്റി. നീ എന്നെ ഇടിക്കല്ലേ, നിൻ്റെ പ്രോബ്ലം എന്താ നീ പറ. സാധാരണ നീ വാലൊക്കെ ആട്ടി ഇരിക്കാറുള്ള അല്ലേടാ മണിക്കുറ്റി നീ. എന്നിട്ട് നീ എന്താ ഇപ്പം സാഡായിട്ടിരിക്കുന്ന മണിക്കുറ്റി? നിൻ്റെ കൂട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണോ മണിക്കുറ്റി? പറ്റിയെന്താ നിനക്ക് മണിക്കുറ്റി? അവൻ സാഡായി ഗൈസ്, നമുക്കവനെ സന്തോഷിപ്പിക്കാം മണിക്കുറ്റി. ഗൈസ് അവൻ്റെ സാഡ് എന്താണെന്ന് അറിയില്ല ഗൈസ്. അവൻ്റെ കൂട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. അവൻ്റെ കൂട് ഭയങ്കര വൃത്തികേടായിട്ടാണ് ഗൈസ് കിടക്കുന്നത്. അവൻ എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്തതിൽ വിഷമിക്കാത്ത ഉള്ളത് കൊണ്ട് സന്തോഷിക്കുന്നവനാണ് ഗൈസ് അവൻ. പക്ഷേ അവൻ്റെ അത്രയും വിഷമമുണ്ട് ഗൈസ് അവന്. അവൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട് ഗൈസ്. അവൻ നോക്കുന്നതാണോ മണിക്കുറ്റി, അവൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട് ഗൈസ്. അവൻ ഇല്ലാത്തതിൽ വിഷമിക്കാത്ത ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിച്ചവനാണ്. പക്ഷേ അവന് മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട് ഗൈസ്. അവന് കൂട് കുറച്ച് ദിവസമില്ല, അവൻ ആ വൃത്തിയുടെ കൂടിലാണ് ഗൈസ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ ഗൈസ്. അവൻ സാഡായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഗൈസ്, അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ്. അപ്പോൾ നമുക്ക് അത് ക്ലീൻ ചെയ്യാം. മനം ഇതിൻ്റെ കൂടെ ഞാൻ ഇന്ന് ക്ലീൻ ചെയ്ത് തരാം. നമ്മുടെ ശങ്കാണ് ഇന്ന് ഗൈസ്. ഇതെൻ്റെ പുതിയ മാലയാണ് ഗൈസ്, അടിപൊളിയായിട്ട്. പുതിയല്ല, 1 വർഷം പഴക്കമുള്ള ഗൈസ്. നമുക്ക് അവൻ്റെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നീ വിഷമിക്കണ്ടാ, ഞാനുണ്ട് നിൻ്റെ കൂടെ മണിക്കുറ്റി. നിനക്കാരും ഇല്ലെങ്കിൽ നിൻ്റെ കൂടെ ഞാനുണ്ടാവൂടാ. അപ്പോൾ ഗൈസ് നമുക്കിതൊന്ന് അടിച്ചു വാരണം ഗൈസ്. അപ്പോൾ അത് നോക്കി കാട്ടൊക്കെ ഒന്ന് വാരി നമുക്ക് കൂട്ടാം ഗൈസ്. എന്നിട്ട് നമുക്കിത് മോട്ടർ അടിച്ച് കഴുകാം ഗൈസ്. അപ്പോൾ നമുക്ക് കഴുകാം, എന്നിട്ട് നമുക്ക് അവനെ സന്തോഷിപ്പിക്കാം. മണിക്കുറ്റി നിൻ്റെ കൂട് ഞാനിപ്പോൾ തന്നെ ക്ലീൻ ചെയ്യാമടാ. ചക്കരക്കുട്ട മണിക്കുറ്റി നീ വിഷമിക്കണ്ടാ, നീ കരയണ്ട, ഞാനില്ലടാ മണിക്കുറ്റി നിൻ്റെ കൂടെ. നീ കരയാതെ ഇവിടെ ഇരിക്കടാ ചക്കരക്കുട്ട മണിക്കുറ്റി നീ. ഗൈസ് നമുക്ക് ആദ്യം തന്നെ ഗൈസ് ഈ കാട്ടൊക്കെ വടിക്കണം ഗൈസ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി നോക്കാൻ. അപ്പോൾ നമുക്ക് ഈ കാട്ട മൊത്തം വടിക്കട്ടെ. ഇത് വൃത്തികെട്ട പണിയാണെന്ന് അറിയാം ഗൈസ്, എന്നാലും നമുക്ക് അവനെ സന്തോഷിപ്പിക്കണം ഗൈസ്. അതാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ്. അപ്പോൾ നമ്മൾ കാട്ടൊക്കെ വെച്ച് കൂട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതുകൊണ്ട് അവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യണം. അവിടെ ഒരു വട്ടത്തിലുള്ള കിണറുണ്ട് ഗൈസ്, അത് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇപ്പം ക്യാമറ നമ്മളെ
കമ്പിപ്പാറയിലാണ് വെച്ചേക്കണത് ഗൈസ്. ഒന്നുകൊണ്ട് തോന്നരുത് ഗൈസ്, പാവപ്പെട്ടാനാണ്. ട്രൈപ്പോഡൊന്നുമില്ല ഗൈസ്. റവന്യൂ ഇട്ടിട്ട് വേണം വല്ലതൊക്കെ വാങ്ങാൻ. നമ്മൾ ഇടണ വീഡിയോസിനൊന്നും വ്യൂസ് ഇല്ല ഗൈസ്, എന്നാലും ഞാൻ ചെയ്യും ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് കാട്ടം കൊണ്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ടിട്ട് വരാം ഗൈസ്. പോരാ. ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മോട്ടർ ഓൺ ചെയ്ത് നമുക്ക് കഴുകാം ഗൈസ്. ഗൈസ് അത് കാണിക്കാൻ പറ്റില്ല ഗൈസ്, കമ്പിപ്പാറയിൽ എടുത്തോണ്ട് കൊണ്ടുപോകണം ഗൈസ്. പിന്നെ തിരിച്ചു വെക്കാനായിട്ട് ഭയങ്കര പാടാണ് ഗൈസ്. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മോട്ടർ ഓൺ ആക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് മോട്ടർ ഓൺ ആക്കാം. ഈ മൺകുറ്റി ഗൈസ്. അപ്പോൾ നമ്മൾ കുളത്തിൽ നിന്നാണ്ട ഗൈസ് വെള്ളം എടുക്കണം. അപ്പോൾ മോട്ടർ പറയാം. എടാ EG ഡോഗ്സേ, അതിൻ്റെ മക്കളെ, അപ്പാ പട്ടികളെ, നീയൊക്കെ ഇവിടെ ഇരിയാ. ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ ഡോഗ്സേ. ഗൈസ് നമ്മൾ മോട്ടർ ഓൺ ആക്കിയിട്ട് ഗൈസ് മോട്ടർ ഓൺ ആക്കണം കാണിച്ചില്ല. മോട്ടർ ഓൺ ആക്കി ഗൈസ്. നമ്മളെങ്ങനെ മോട്ടർ ഓൺ ആക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവിടെ വെള്ളം പോകുന്നു ഗൈസ്. ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പണി തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കണം സുഹൃത്തുക്കളെ. കഴുകാം ഗൈസ്. ആദ്യം ഇതൊന്ന് കുതിരണം, എന്നിട്ട് വേണം നമുക്ക് തേച്ച് കഴുകാൻ. മണിക്കുട്ടിന്റെ കൂടി ഞാൻ വൃത്തിയാക്കുമെടാ. നീ സന്തോഷിക്കണ മണിക്കുട്ടി. നീ കോമൺ മിഡിൽ ക്ലാസ് ഇന്ത്യൻ കൗവാണെങ്കിൽ ഞാൻ നിന്നെ കൂടി വൃത്തിയാക്കടാ ചക്കരത്ത മണിക്കുട്ടി. അപ്പൊ ഈ കുതിർന്നിട്ടുണ്ട്, നമ്മൾ മോട്ടർ ഓഫ് ചെയ്തിട്ട് യോ ഗൈസ്. അപ്പൊ നമ്മള് കുതിരായിട്ടിട്ട് കുതിർന്നിട്ടുണ്ട് ഒരുമാതിരിയൊക്കെ ഗൈസ്. അപ്പൊ നമുക്ക് ഇനി ഇത് തേച്ച് കഴുകാം. ഇതിന്റെ കൂടെ ഞാൻ അടിപൊളിയാക്കി തരാനുള്ള മണിക്കുട്ടി. ഇത് ചാണകം ഉണ്ടോ അതുകൊണ്ട് വിറക്കൊന്നും തോന്നരുത്. നമ്മൾ തേച്ച് കഴുകിക്കളയാണ്. ഇനി നമുക്കൊന്നും കൂടെ മോട്ടർ അടിക്കണം ഗൈസ്. നമുക്ക് മോട്ടർ ഒന്നും കൂടെ ഓൺ ആക്കിയിട്ട് യോ ഗൈസ്. നമ്മളങ്ങനെ മോട്ടർ ഓൺ ആക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് കഴുകാം. ഗൈസ് ഇവിടെ കുറച്ച് ഒട്ടിപ്പിടിച്ചിരിക്കണ്ട് ഗൈസ്, അതൊക്കെ നമുക്ക് തേച്ച് കളയാം. കാണിച്ചു തരാം നിക്ക്. അപ്പൊ ഗൈസ് നമുക്ക് തേച്ച് കളയാം. ഫൈനലി ഗൈസ് നമ്മൾ മണിക്കുറ്റിയുടെ കൂടെ ക്ലീൻ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് വെള്ളം നനച്ച് കഴുകാം. ഫൈനലി ഗൈസ് നമ്മൾ നമ്മുടെ മണിക്കുറ്റിയുടെ കൂടെ ക്ലീൻ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളിത് കാണുക. അപ്പോൾ ഇനി നമുക്ക് അവനെ സന്തോഷമുണ്ടോ എന്ന് നോക്കാം. മോട്ടർ ഓഫ് ചെയ്തിട്ട് സുഹൃത്തുക്കളെ.
മോട്ടർ ഓഫ് ചെയ്തിട്ട് ഞാൻ ഫുൾ ഇത് കാണിച്ചു തരാം ഗൈസ്. യോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ മാണിക്കുട്ടിയുടെ കൂടെ, നമ്മൾ മണിക്കുട്ടിയല്ല ഗൈസ്, അവൻ്റെ പേര് മണിക്കുട്ടി എന്നാണ്. യോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ മണിക്കുട്ടിയുടെ കൂടെ ക്ലീൻ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങളിത് കാണുക. യോ ഗൈസ്, അപ്പോൾ നമ്മൾ മണിക്കുട്ടിയുടെ കൂടെ ക്ലീൻ ചെയ്തു ഗൈസ്. യോ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ് മണിക്കുട്ടിയുടെ കൂടെ. കണ്ടോ ഗൈസ്, നമ്മൾ നല്ല നേരത്തെ ഇപ്പോഴത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഗൈസ് ഒരു കാട്ടം പോലും ഇല്ല. നല്ലോണം ഇത് തേച്ച് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അവൻ ഇപ്പുറത്താണ് ഗൈസ് കിടക്കുന്നത്. ഇവിടെയാണ് അവൻ കിടക്കണത്. ഇവിടെ അവന് പുല്ല് കൊടുക്കും ഗൈസ്. പക്ഷേ അവിടെ നമ്മുടെ മോട്ടർ എത്തില്ല ഗൈസ് അത്രയും. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും നല്ല വൃത്തിക്ക് കഴിയിട്ടുണ്ട് ഗൈസ്. അടിപൊളിയാക്കിയിട്ടുണ്ട് ഞാൻ. 4 ദിവസം കഴിയാത്ത കൂട് ഗൈസ് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഉണങ്ങി കഴിയുമ്പോൾ അവനൊക്കെ ഇവിടെ കൊണ്ട് കിടത്താം ഗൈസ്. അവന് മനസ്സിലായി ഗൈസ് നമ്മൾ കൂട് കഴിക്കാര്യം. പൈസ നമുക്ക് അവൻ്റെ അടുത്ത് പോയി ചോദിക്കാം. എടാ മണിക്കുട്ടി, നീ ഹാപ്പി ആയില്ലേ? നീ എന്താടാ മണിക്കുട്ടി? എടാ നീ ഹാപ്പി ആയില്ലേടാ ചക്കരക്കുട്ട മണിക്കുട്ടി? നീ എന്താടാ പൊരിഞ്ഞു വാടാ മണിക്കുട്ടി, നീ പൊരിഞ്ഞു വാ ഗൈസ്. ഇവനെന്താ ഗൈസ് ഇന്നെന്താ ഇവൻ പൊരിഞ്ഞു വരാത്തേ? എടാ മണിക്കുട്ടി നീ പൊരിഞ്ഞു വാടാ, നീ മണിക്കുട്ടി നീ പൊരിഞ്ഞു വാടാ, നീ പൊരിഞ്ഞു വാടാ മണിക്കുട്ടി നീ. ഗൈസ് അവൻ എന്താണെന്ന് അറിയില്ല ഗൈസ്. വിഷമമായി. നമുക്കിനി വൈക്കോലും വെള്ളവും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവന് സന്തോഷമാകും സുഹൃത്തുക്കളെ. ട്രോളിയിൽ നമുക്കൊരു കൊട്ട വൈക്കോല് വെച്ച് കൊടുക്കാം സുഹൃത്തുക്കളെ. എടാ മണിക്കുട്ടി, നീ ട്രോളിയിൽ ഞാൻ നിനക്ക് വൈക്കോല് വെച്ച് തരാമടാ മണിക്കുട്ടി. നീ വിഷമിക്കേണ്ടടാ ചക്കരക്കുട്ട മണിക്കുട്ടി നീ. അവനിപ്പോൾ സന്തോഷമായി തോന്നുന്നു സുഹൃത്തുക്കളെ. അവൻ്റെ മുഖം കണ്ട അവൻ മൊഞ്ചനായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബാർ. എടാ മണിക്കുട്ടി വൈക്കോലിട്ട് തരാമടാ മണിക്കുട്ടി നിനക്ക്. നീ വിഷമിക്കേണ്ടടാ ചക്കരക്കുട്ട മണിക്കുട്ടി നീ. ഗൈസ് ഞാനിതൊന്ന് ഇട്ടിട്ട് വീഡിയോ പിടിക്കാം. യോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി മണിക്കുറ്റിക്ക് വൈക്കോൽ നിറച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവൻ്റെ ട്രോളിയിൽ ഇതവൻ്റെ ട്രോളിയാണ്, വൈക്കോൽ കൊടുക്കുന്ന മണിക്കുറ്റിയുടെ ട്രോളി. അപ്പോൾ ഗൈസ് ഇതിനകത്ത് നമ്മൾ വൈക്കോൽ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കവന് പാത്രത്തിൽ വെള്ളവും നിറച്ച് കൊടുക്കാം. അപ്പോൾ അവൻ ഹാപ്പി ആവും നോക്കട്ടെ. അവൻ സന്തോഷം കൊണ്ട് മൂത്രം ഒഴിക്കുകയാണ് സുഹൃത്തുക്കളെ. മണിക്കുറ്റി നീ മൂത്രം ഒഴിക്കുന്ന യൂട്യൂബിലിട്ട് വൈറലാക്കുമെടാ മണിക്കുറ്റി നീ. അപ്പോൾ നമുക്ക് അവന് വെള്ളം വെച്ച് കൊടുക്കാം സുഹൃത്തുക്കളെ. പാത്രം താടാ മണിക്കുറ്റി നീ. യോ ഗൈസ്, അപ്പോൾ നമുക്ക് വെള്ളം എടുക്കാം സുഹൃത്തുക്കളെ. മണിക്കുറ്റിക്ക് വെള്ളം കൊടുക്കാം. മാണിക്കുറ്റി നിന്റെ വെള്ളം നിനക്ക് തരാമടാ ചക്കരക്കുട്ട മണിക്കുറ്റി നീ വിഷമിക്കട്ടാ മാണിക്കുറ്റി ചക്കരക്കുട്ട. അപ്പോൾ ഗൈസ് വെള്ളം നിറക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ. മാണിക്കുറ്റി നിനക്കുള്ള വെള്ളമാടാ ഇത് ചക്കരക്കുട്ട. മാണിക്കുറ്റി. യോ ഗൈസ്, അങ്ങനെ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടാപ്പ് ഓഫ് ചെയ്യാം. ഞങ്ങൾക്കിത് പോക്കാം ഗൈസ്. ഗൈസ് നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് തരാം ഗൈസ്. ഫോണും പിടിച്ചുകൊണ്ട് പോയാൽ ഫോണിൽ വെള്ളം വീഴും, ഫോൺ നാശവും, വ്ലോഗിങ്ങും ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. യോ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് അവന് വൈക്കോല് വെച്ച് കൊടുക്കാം. എടാ മാണിക്കുറ്റി വൈക്കോല് തിന്നടാ. വൈക്കോല് തിന്നടാ മണിക്കുറ്റി നീ. വൈക്കോൽ ഒരു കൊട്ട വൈക്കോൽ. ഇനി വെള്ളം കുടിയടാ. നീ വെള്ളവും വൈക്കോലും കുടിയടാ മണിക്കുറ്റി നീ. ഞാനിവിടെ ഇരുന്ന് കാണാമടാ നീ വൈക്കോലും വെള്ളവും കുടിക്കുന്നേ മണിക്കുറ്റി നീ. യോ ഗൈസ്, അപ്പോൾ അവൻ വൈക്കോലും വെള്ളവും തിന്ന് സന്തോഷിക്കുകയാണ് സുഹൃത്തുക്കളെ. അവന് ഹാപ്പിയായി ഗൈസ്. അവൻ്റെ മുഖം കണ്ട ഗൈസ് കൂർത്തിരിക്കുന്നത്. അവന് ഹാപ്പിയായി ഗൈസ്. അവൻ്റെ ഒരു പാത്രം വെള്ളവും ഒരു ട്രോളി നിറച്ച് വൈക്കോലും ഞാൻ ഇട്ട് കൊടുത്തു ഗൈസ്. മാണിക്കുറ്റി നീ സന്തോഷിക്കടാ. നീ വിചാരിക്കും പോലെ വൈക്കോലും വെള്ളവുമായും വരും ഞാൻ. അഴകേ ചങ്കുലക്കണ ചോദ്യമീതെന്തേ നീ ഒരു കാര്യമെന്തേ നമ്മൾ രണ്ടും ഒന്നായില്ലേ ലോകം തീരില്ലേ തീയോടിക്കാവിലെത്തി വിളക്കു കൊളുത്തി ആളറിഞ്ഞൊരു താലിയും കിട്ടി കയ്യിൽ തന്നെ കോർക്കുന്നുണ്ടേ കൂടെ പോരും ഞാൻ മഴവിൽ ചന്തമേ നീയൻ സ്വന്തമേ തന്നാനേ തന്നാനേ തന്നാനന്നാനേ.
മാണിക്കുട്ടീനി ഞാൻ എത്തിയടാ ചക്കരക്കുട്ട മാണിക്കുട്ടി. പുല്ലും വൈക്കോലും നിന്ന് പോരിന് മടാനി. അയ്യോ പുല്ലും വൈക്കോലും തിന്ന് നീ പോരിന് മടാ ചക്കരക്കുട്ട മാണിക്കുട്ടീനി. നീ വിചാരിക്കും പോലെ വൈക്കോലും വെള്ളവുമായും വരും ഞാൻ മാണിക്കുട്ടീനി. നിന്റെ കോഡ് ഞാൻ ക്ലീൻ ചെയ്യണം. ഹാപ്പി ആയില്ലടാ നീ? ഹാപ്പി ആയില്ലേ നീ മണിക്കുട്ടി? പറയടാ എന്തെങ്കിലും. എനിക്ക് നീ മാത്രമല്ലടാ ഇങ്ങനെ സംസാരിക്കാനായിട്ട്, വേറെ ആരും ഇല്ലടാ. പുല്ല് തിന്നുന്ന കണ്ടോ കൈസവൻ മണിക്കുറ്റി. പുല്ല് തിന്നടാ ചക്കരക്കുട്ട മാണിക്കുറ്റി. വൈക്കോല് തിന്നടാ. എടാ നീ പുല്ല് തിന്നടാ മാണിക്കുറ്റി. നിന്നെ കാണാൻ എന്ത് മൊഞ്ചാടാ എടാ മാണിക്കുറ്റി. നീ കുറ്റിയേ കുട്ടിയേ മാണിക്കുട്ടിയേ കൊഞ്ചി പറന്നെന്നും ഊട്ടിയിലെ തൂണില്ലേ നിറയെ ചിതറന്നളിയാൾ അഴകേ ചങ്കുലക്കണ ചോദ്യം ഇതെന്ത് നീ ഒനിത്തുരാതിയുമെന്ത് നമ്മൾ രണ്ടും ഒന്നായില്ലേ ലോകം തീരില്ലേ ചിയോടി കാവിലെത്തി വിളക്കു കൊളുത്തി ആളറിഞ്ഞൊരു കാര്യം കെട്ടി കയ്യിൽ തമ്മിൽ കൊണ്ടേ പോന കൂടെ പോരും ഞാൻ മഴവിൽ ചന്തമേ നീയ സ്വന്തമേ തന്നാനേ നന്നാനേ തന്നാനന്നാനേ. ഇത് മൊത്തം നിനക്കുള്ളതാടാ വൈക്കോൽ. നീ തിന്ന് അർമാദിക്കണ മണിക്കുറ്റി നീ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. ലെങ്ത് കൂടിപ്പോയെന്ന് തോന്നുന്നു ഗൈസ്. സോറി, നിങ്ങൾ മൊത്തം കാണണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ മണിക്കുറ്റി സന്തോഷിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ എടാ മണിക്കുറ്റി നീ മുഴുവൻ വൈക്കോൽ നിന്നിട്ട് പോയാൽ മതിയടാ. സന്തോഷിക്കടാ മണിക്കുറ്റി നീ. എൻ്റെ ചങ്കാണ് ഗൈസ്. നമുക്ക് ഇതുപോലെ പാട്ടൊക്കെ പാടിക്കൊടുക്കാൻ ഇവനൊക്കെ ഉള്ളൂ ഗൈസ് പെണ്ണായിട്ട്, വേറെ ആരുമില്ല. അതുകൊണ്ടാണ് ഗൈസ് ഒന്നും തോന്നല്ലേ. ഇവൻ എൻ്റെ ഒരു സുഹൃത്താണ് ഗൈസ്, അങ്ങനെ മാത്രമാണ് കണ്ടാൽ മതി. എടാ മാണിക്കുറ്റി നീ പുല്ലും വൈക്കോലും തിന്ന് അർമാദിക്കടാ മാണിക്കുറ്റി നീ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു ഗൈസ്. യോ ഗൈസ്, അപ്പോൾ നമ്മുടെ മണിക്കുറ്റി സന്തോഷിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ത്യനും നല്ലൊരു വണ്ടർഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഈസ്മി അവനീഷ് സൈനിങ് ഔട്ട്. ബൂം.